നടിയും അവതാരകയുമായ ജുവൽ മേരിക്ക് 2023 തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. തുടർന്ന് ശസ്ത്രക്രിയയ്ക്കും ചികിത്സകൾക്കും വിധേയയായ താരം ക്യാൻസറിനെ പൂർണ്ണമായി തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിവന്നു. രോഗാവസ്ഥയെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും അടുത്തിടെ അവർ പരസ്യമായി തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ രോഗത്തോട് പോരാടുന്ന സമയത്ത് അധികം ആരോടും തൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കാതിരുന്നതിന് പിന്നിലെ കാരണം കേരള ക്യാൻ പരിപാടിയിൽ സംസാരിക്കവേ ജുവൽ മേരി പങ്കുവെച്ചു. മരണം എന്നത് നിസ്സാരമാണെന്ന തോന്നൽ വന്ന് കഴിഞ്ഞാൽ ജീവിതം കുറച്ചുകൂടി ഈസിയായി മാറിയായിരുന്നുവെന്ന് ജുവൽ മേരി പറയുന്നു. നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ തുറന്നു പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ മാത്രമേ മറ്റ് മനുഷ്യർക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താനും റിലേറ്റ് ചെയ്യാനും പറ്റൂ. ജുവൽ മേരിക്ക് അത് സംഭവിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാതെ ജീവിക്കുന്നുമുണ്ട് എന്നത് ഒരുപാട് മനുഷ്യർക്ക് ഒരു പ്രതീക്ഷയുണ്ടാക്കിയിട്ടുണ്ട്. ഉത്തരവാദിത്തമെന്ന് ഞാൻ പറയില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ കാര്യമാണ്, അത്രയേയുള്ളൂ. ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ മരവിച്ചു പോയിരുന്നു. 2-3 ദിവസത്തേക്ക് മരവിച്ചു പോയി. ഇതൊന്നും എല്ലാവർക്കും ചിന്തിച്ചെടുക്കാൻ പറ്റുന്നതൊന്നുമല്ല. ആ സമയത്ത് എനിക്ക് അങ്ങനൊരു ചിന്ത വന്നു, ഇന്ന് ഞാൻ മരിച്ചിട്ടില്ലെന്നത്, ഏതോ ഒരു ദിവസമേ മരിക്കുകയുള്ളൂ എന്നത്. ആ ദിവസം വരുന്നതുവരെ മരിച്ച് ജീവിക്കേണ്ടതില്ല, നന്നായിട്ട് ജീവിക്കുക എന്നതായിരുന്നു എനിക്ക് വന്ന ആ ഒരു ചിന്ത. അതിനുശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയായിരുന്നു. ആ ഒരു ദിവസത്തെ കാര്യം മാത്രം നോക്കുക. അന്ന് ആശുപത്രിയിൽ പോകേണ്ട ദിവസമാണോ, ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം, അന്ന് പ്രൊസീജിയർ ഉണ്ടോ തുടങ്ങി ആ ദിവസത്തെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. ബാക്കി നാളെ എന്താകുമെന്നത് ചിന്തിക്കേണ്ട. നാളെ എന്തെങ്കിലും ആകട്ടെ. വെറുതെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീണ് മരിച്ചു പോകുന്നുണ്ട് മനുഷ്യർ. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മരണം എന്നത് നിസ്സാരമാണെന്ന തോന്നൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം കുറച്ചുകൂടി ഈസിയായി മാറിയെന്നത് സത്യമാണ്. അതാണ് സംഭവിച്ചത്. പിന്നെ ക്യാൻസറിൻ്റെ ജേണി എനിക്ക് ഒരുപാട് നീണ്ടതായിരുന്നില്ല. കീമോയൊന്നും എടുക്കേണ്ടിയും വന്നില്ല. തൈറോയ്ഡ് ക്യാൻസറിന് ഭയങ്കര റെയറാണ് അത്. അങ്ങനെയൊരു സ്റ്റേജിലേക്ക് പോയാൽ മാത്രമേ അതൊക്കെ ചെയ്യേണ്ടി വരുള്ളൂ. എനിക്ക് അത്ര സിവിയർ ആയിരുന്നില്ല ക്യാൻസർ. എന്നിരുന്നാലും ട്രീറ്റ്മെൻറ്റും വലിയ സർജറിയും അതിനുശേഷമുള്ള റിക്കവറി പീരീഡും എല്ലാം ഉണ്ടായിരുന്നു. ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. ഇടത് കൈക്ക് സ്വാധീനം കുറഞ്ഞിരുന്നു. 1 വർഷത്തോളം എടുത്ത പഴയ ഫോമിലേക്ക് ഞാൻ തിരിച്ചു വരാൻ. ഇതൊന്നും പോരാഞ്ഞ് ഒരു ഇമോഷണൽ സ്ട്രഗിളിങ് കൂടിയുണ്ട്. ആ പാർട്ട് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകുന്നതേയില്ല. ആ സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വെളിയിൽ വന്ന് പറഞ്ഞില്ല. അങ്ങനെ ചെയ്താൽ പലരുടെയും ഡെഫിനിഷൻസ് വരും, ഭയങ്ങൾ വരും. അതുകൊണ്ട് എൻ്റെ സർക്കിൾ വളരെ ചെറുതായിരുന്നു. ആ റിക്കവറി ടൈം വളരെ ബോധപൂർവം കൈകാര്യം ചെയ്തു. അതുകൊണ്ട് പിന്നീട് നല്ല ബോധ്യത്തിൽ വന്ന് സംസാരിക്കാൻ പറ്റി എന്നുമാണ് ജുവൽ മേരി പറഞ്ഞത്. വ്യക്തിജീവിതത്തിൽ നേരിട്ട വിവാഹമോചനത്തിൻ്റെ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഈ രോഗത്തെയും ജുവൽ മേരി അതിജീവിച്ചത്. മ്യൂച്വൽ ഡിവോഴ്സ് ലഭിക്കാനായി 3 വർഷത്തോളം ജുവൽ പോരാടി.